ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. NCR ട്രാവലറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. കണ്ണൂർ വന്നാൽ പിന്നെ നമ്മൾ ബീച്ചിൽ പോകാൻ പാടില്ല. ഇപ്പം തിരയൊക്കെ ഇവിടെ നിന്ന് കാണുമ്പോൾ ഞാൻ ബീച്ചിൻ്റെ സൈഡിലുള്ളത്. ഇപ്പോൾ വെള്ളം ഇങ്ങ് കയറി കിടക്കുന്നുണ്ട്. എവിടം വരെ ഉണ്ടെന്ന് അറിയത്തില്ല. ആയിരിക്കും പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. മഴയൊക്കെയാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. മുമ്പിൽ പോകുന്ന വണ്ടിയുടെ തൊട്ട് പുറകിൽ ഡ്രൈവ് ചെയ്യാതിരിക്കുക. കാരണം പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ മഴയത്ത് വണ്ടിയൊന്നും കറക്റ്റ് കയ്യിൽ നിന്നൊന്നും വരത്തില്ല. അതുപോലെ വളവിലൊക്കെ സ്പീഡിൽ കൊണ്ട് വളയ്ക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക, ഒരിക്കലും പാടില്ല. പിന്നെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നവർക്ക് ഇഷ്ടംപോലെ അപകടങ്ങൾ കാണുന്ന ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഇതൊക്കെ കാണുമ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. മഴയത്തൊക്കെയാണ് വണ്ടി സ്പീഡിൽ വരുമ്പോൾ പെട്ടെന്ന് ബസ്സിൻ്റെ മുമ്പിൽ കൂടെയൊക്കെ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടാലും ചവിട്ടി നിൽക്കില്ല. കാരണം നമ്മുടെ കൺട്രോളിലായിരിക്കില്ല. അപ്പോൾ പതുക്കെ വണ്ടി ഓടിക്കുക. മുമ്പിൽ പോകുന്ന വണ്ടിയുടെ തൊട്ട് പുറകിൽ വണ്ടി ഓടിക്കാതിരിക്കുക. അതുപോലെ വെള്ളച്ചാട്ടങ്ങളിലും മറ്റും പരിചയമില്ലാത്ത സ്ഥലങ്ങളിലും മറ്റും പോയി ഇറങ്ങാതിരിക്കുക. ഇപ്പോൾ അടുത്തയിടയ്ക്ക് ഇരിട്ടിയിൽ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ടായത്. രണ്ടുപേർ വന്നിട്ട് വെള്ളത്തിൽ പോയിട്ട്, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് ഒരിക്കലും വെള്ളത്തിൽ പോയി ഇറങ്ങരുത്. അവിടുത്തെ ആഴവും ഒഴുക്കും അവിടെ എത്രത്തോളം അപകടം നിറഞ്ഞ സ്ഥലമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ പോയി ഇറങ്ങാതിരിക്കുക. എത്ര കണ്ടു കഴിഞ്ഞാലും നമ്മൾ പിന്നെയും പോയി ഇറങ്ങും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ, നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ, അപേക്ഷിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ദയവ് ഇതൊന്നും ചെയ്യാതിരിക്കുക, ശ്രദ്ധിക്കുക. നമ്മുടെ ജീവൻ മാക്സിമം നമ്മൾ സംരക്ഷിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുറത്തിറങ്ങിയിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഒത്തിരി കൂടി വരുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്ക്, ഓരോ കമൻറ്റ് എനിക്ക് ഒത്തിരി എൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്നുണ്ട്. എനിക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒത്തിരി താങ്ക്സ് ലോട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഓ ഗൈസ്, വെള്ളം ഇങ്ങ് കയറി കേട്ടോ. ദേ വെള്ളം ഇങ്ങ് കയറി ഇവിടം വരെ എത്തി. ഇതുണ്ടോ, റോഡിൻ്റെ സൈഡിൽ വരെ വെള്ളം എത്തി. ഓ, അത്ര ഡേഞ്ചറാണ്. നല്ല ഹൈറ്റിൽ തിരമാലയൊക്കെ വരുന്നുണ്ട്. ഏകദേശം നമുക്ക് അങ്ങോട്ട് പോകണം. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല, കാരണം ഇറങ്ങുന്നത് അപകടമാണ്. പിന്നെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഇറങ്ങാൻ പാടില്ല, കുളിക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് ഓരോ വാണിംഗ് ഒക്കെ തരുന്നത്. അപ്പം നമ്മൾ ഈ വാണിംഗ് ഒക്കെ ക്രോസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അപകടം ക്ഷണിച്ചു വരുത്തുന്നത്. അപ്പം ഞാനൊരിക്കലും ചെയ്യത്തില്ല. ഞാൻ നിങ്ങളോട് ചെയ്യാനും പറയത്തില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരിക്കലും അങ്ങോട്ട് ഇറങ്ങത്തുമില്ല. കാരണം ഒരു കാര്യം നമുക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ, നമുക്ക് വാണിംഗ് തരുമ്പോൾ നമ്മളത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. പല അപകടങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുന്നത് അതേപോലെയൊക്കെ തന്നെയാണ്. ഇറങ്ങരുതെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇറങ്ങരുത്, പോകരുതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളതൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ കുറച്ചങ്ങോട്ട് നടന്നു പോവാം. അപ്പോൾ അവിടെ പോയിട്ടൊരു ചായ കുടിച്ചിട്ട്, കാരണം ഞാൻ രാവിലെ ഇറങ്ങിയതാണ്, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ അപ്പുറ സൈഡിൽ കുറേ കല്ലിട്ടിട്ട് കടലിലേക്ക് ഇറങ്ങാനിട്ടിട്ടുണ്ട്. അതാ നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, കുറേ വള്ളങ്ങളൊക്കെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക്. ഉണ്ടോ, കുറേ വള്ളങ്ങളുണ്ട്, ഇഷ്ടംപോലെ വള്ളങ്ങളുണ്ട്. എന്നാലോചിച്ച് നോക്കിയേ, ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഈ കടലിലൊക്കെ മീൻ പിടിക്കാൻ അവരുടെ മനക്കട്ടിയെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി. അവരുടെ കുടുംബം പോറ്റാനായിട്ട് ഇവിടെ എല്ലാം ബോർഡ് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഡേഞ്ചർ ഏരിയ എന്ന് പറഞ്ഞിട്ട്. ഇടയ്ക്ക് മുട്ടിനെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. 1 വരെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങ് നല്ല ഹൈറ്റിൽ തിര വരുന്നുണ്ട്. അങ്ങ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഗൈസ്, നമ്മളങ്ങനെ നടന്ന് ഇവിടെ എത്തി കേട്ടോ. ഇവിടെയാണ് ചായ കിട്ടുന്നത്. ചായ കുടിക്കണം. ഇതുണ്ട്, ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഡേഞ്ചറാന്ന് പറഞ്ഞിട്ട്. കടൽ പ്രക്ഷുബ്ധമാണ്, കടലിൽ ഇറങ്ങി കുളിക്കാൻ പാടില്ല. പോലീസ് വണ്ടിയൊക്കെ കിടപ്പുണ്ട് ഇവിടെ. ഇവിടെ കൊടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഇത്രയും വാണിംഗ് ഒക്കെ കൊടുത്തിട്ടും എനിക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടോ? നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട ആളുകൾ കടലിൽ ഇറങ്ങുന്നുണ്ടോ? ഗൈസ്, അപ്പോൾ എൻ്റെ ചായ വന്നു കേട്ടോ. അപ്പോൾ ഈ ചായ ഒന്ന് കുടിച്ച് കയറിക്കിട്ടെ. ഇതുകൊണ്ടോ ഗൈസ്, ഇവിടം വരെ തിര അടിച്ച് കയറിയത് കേട്ടോ. ഇങ്ങോട്ട് കണ്ടോ, കോഴിയെ കൊണ്ട് ഇങ്ങ് അടിച്ചിട്ടേക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇങ്ങ് വരെ വെള്ളം കയറി വന്നായിരുന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ട് നടന്നു പോവാം. ഇവിടെ കുറേ ആളുകളൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് മരത്തിൻ്റെ തണലിൽ. ചെറിയ വെയിലുണ്ട് കേട്ടോ, ഇന്ന് മഴയില്ല. അതുകൊണ്ടാണ് ഇത്ര സുഖമായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റുന്നത്. ചില സ്ഥലങ്ങളിൽ മഴയുണ്ട്, ചില സ്ഥലങ്ങളിൽ മഴയില്ല. നിങ്ങൾ ഏത് നാട്ടുകാരാണ്? അവിടെ മഴയുണ്ടോ ഇല്ലയെന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക.
അവിടുത്തെ അവസ്ഥ എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ ഇടുന്ന കമൻസും തരുന്ന ലൈക്കും എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എൻ്റെ ജീവിതത്തിൽ ഓരോരോ നാഴികക്കല്ലാണ്. കാരണം അത്രയേറെ സ്നേഹം ഓരോരുത്തർ തരുന്നതുകൊണ്ടല്ലേ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്നതും പോസിറ്റീവായിട്ടുള്ള കമൻറ്റൊക്കെ തരുന്നത്. അപ്പോൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും പറയുക, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും പറയാൻ ഞാൻ തിരുത്താൻ ബാധ്യസ്ഥനാണ്. കാരണം എന്നിലൂടെ നിങ്ങൾക്ക് നല്ല സുഖകരമായിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരിക എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പം വീഡിയോയിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ എന്നോടത് പറയുക, കമൻറ്റിലൂടെ അറിയിക്കുക. ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കഫേ സെൻ്ററൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചിങ്ങനെ നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒരു കിഡിൽ സ്പോട്ട് ഉണ്ടല്ലോ, ചെറിയൊരു ബീച്ചൊക്കെ ഉണ്ടല്ലോ. ബാംബു കഫേ, സൺഷൈൻ ബാംബു കഫേ. കുറച്ച് ചങ്ങായിമാർ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അവർ കിടന്നുറങ്ങിക്കോട്ടെ. ഓ അടിപൊളി. വിശ്രമം അറിയാത്ത മഹത്തായ ഒരു ജന്മം ഇവിടെ വിശ്രമിക്കുന്നു. MV രാഘവൻ. ഓ എന്താ രസം നോക്കിയേ, അടിപൊളി. സി കണ്ണൻ. ഇതിൻ്റെ പുറകിലും വെള്ളം കെട്ടിക്കിടപ്പുണ്ട് കേട്ടോ. ഓ അതിലൂടെ ഒരു പഴയ പാലമുണ്ട്. നിങ്ങൾ കണ്ടോ, ആ ചേട്ടൻ നടന്നു പോകുന്നുണ്ടോ? നല്ല ഭംഗിയാണത്, കാണിച്ചു തരാവേ. ഇപ്പം എന്ത് രസം നോക്കിക്കേ. സഖാ VK നായനാരുടെ വിശ്രമ സ്ഥലം കേട്ടോ. ഓ നൈസ്. സഖാ കൊടിയേരി ബാലകൃഷ്ണൻ, ചടയൻ ഗോവിന്ദൻ, സഖാ O ഭരതൻ, TK ബാലൻ, അങ്ങനെ കുറേ പേരുടെ ഉണ്ട് കേട്ടോ. അമർ ജവാൻ ഭാരത് മാതാ കി ജയ്. ഒരു ജവാൻ്റെ ഇത് നമ്മുടെ വൈശാഖല്ലേ? ഓക്കെ, ഒരു ബിഗ് സല്യൂട്ട്. എന്തായാലും നമ്മുടെ നാടിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമ്മളിനി തിരിച്ച് അങ്ങോട്ട് നടക്കുകയാണ്. ആ ഒരു പാലം കൂടെ കാണിച്ചു തന്നിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ വിശ്രമ സ്ഥലം കേട്ടോ. വിശ്രമ സ്ഥലം തന്നെയല്ലേ പറയുന്നത്, ഒത്തിരി ഓടി വിശ്രമിക്കുന്ന സ്ഥലമല്ലേ. ഈ ചെറിയ പാലം ഞാൻ കാണിച്ചാണ്, നല്ല രസമുണ്ട് കേട്ടോ. മരം പോലെയാണ് ഉണ്ടാക്കിയേക്കുന്നത്, മരമല്ല ശരിക്ക് കോൺക്രീറ്റ് ചെയ്തേക്കാണ്. ഓ കിടു, അടിപൊളി കേട്ടോ. എൻ്റെ കൈവരിയെല്ലാം തകർന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടുന്ന് തിരിച്ചു പോവാവേ ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് അങ്ങോട്ടേക്ക് കടലിലേക്ക് ഇറങ്ങാനുള്ള അവിടെ എത്തി കേട്ടോ. കല്ലൊക്കെ ഇട്ടിരിക്കുന്ന അവിടെ എത്തി കേട്ടോ. പക്ഷേ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെയും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് കണ്ടോ, പുലിമൂട്ടിൽ പൊതുജനങ്ങൾ പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ചിലപ്പോൾ പുലിമൂടെന്നായിരിക്കും ചിലപ്പോൾ അറിയപ്പെടുന്നത്. ഇവിടെയും വെള്ളം കയറി കിടപ്പുണ്ട്. അവിടെ ബോർഡുണ്ട്, അവിടെ റിബണൊക്കെ കെട്ടി റെഡ് അലയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാനും അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ അവിടുന്ന് അത്രയും ദൂരത്തുനിന്ന് എനിക്ക് കാണത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ കുറേ ആളുകൾ അതെല്ലാം ക്രോസ് ചെയ്തിട്ട് അതിലൂടെ നടന്ന് അങ്ങ് പോയി നിൽപ്പുണ്ട്. കുറേ ആൾക്കാർ അവിടെ പോയി നിൽപ്പുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി ഒരിക്കലും ഞാനത് ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകത്തില്ല കേട്ടോ. കാരണം ഞാനൊരു തെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ ഒരു വീഡിയോയിലൂടെ ഞാനിത് കാണിച്ചു തന്നു. ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി. നാളെ ഇവിടെ ആളുകൾ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളും പറയും, കുഞ്ഞുമക്കളും പറയും, ആങ്കിള് അല്ലെ ചേട്ടൻ ചെയ്തു, ആ ചേട്ടന് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്തു കൂടെ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ചോദിക്കും. എന്നെ കണ്ടു വളരുന്ന ഒത്തിരി പിള്ളേരുണ്ട്, എൻ്റെ വീഡിയോ കാണുന്ന പിള്ളേരുണ്ട്. അപ്പോൾ നാളെ അവർ വന്നു കഴിഞ്ഞാൽ അവരും ഇത് ക്രോസ് ചെയ്ത് പോകും. അവരുടെ കാരണന്മാർ മാതാപിതാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതിന് ആ അങ്കിള് ചെയ്യുന്നുണ്ടല്ലോ, ആ അങ്കിളിന് ചെയ്യാമെങ്കിൽ, അങ്കിളുടെ വീഡിയോ ഒക്കെ കണ്ടല്ലോ, അതിൽ ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്തു കൂടായിരുന്നു. അപ്പം നമ്മൾ മൂലം വേറൊരാൾ ഒരു തെറ്റ് ചെയ്യാൻ ഒരിക്കലും വരുത്തരുത്. നമ്മളൊരു തെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കരുത്. അപ്പം ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങളോടും പോകാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അപകടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നുകൊണ്ട് ഇതെല്ലാം കാണിക്കുകയാണ്. ഞാൻ പിന്നെ ഒരിക്കലും വന്നിട്ട് നിങ്ങൾക്കിവിടെ അങ്ങ് ഇറങ്ങി കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ വന്നു,
ഇതൊക്കെ ഒന്ന് കണ്ടു. എന്നാലും കാണാൻ നല്ല രസമാട്ടോ. ഇവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് കാണാം. ഇവിടെയൊന്നും വലിയ അപകട മേഖലയുള്ള ഇവിടെയൊന്നും അത്ര തിര അടിച്ച് കയറുമോ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ ഒന്നും ചെയ്യത്തില്ല. ഞാൻ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. കുറേ പേര് അവിടെ പോയി നിൽപ്പുണ്ട് കേട്ടോ. അവിടെ പോയി ഇരിപ്പുണ്ട്. അതിൽ ആൾക്കാർ പോകുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് തൽക്കാലം പോകുന്നില്ല. ഇന്നത്തെ വീഡിയോ ഏതൊക്കെയാലും ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം അധികം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഇറങ്ങിപ്പോയി കാണിച്ചു തരാനൊന്നും പറ്റിയില്ല. അത് ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതോടൊപ്പം ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ